നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ സുജിത് സുരേന്ദ്രൻ. പ്രധാന വാർത്തകൾ. വൈദ്യുത പോസ്റ്റുകളുടെ വാടക കുത്തനെ കൂട്ടിയ നടപടിയിൽ പ്രതിഷേധിച്ച് കേബിൾ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ നടത്തുന്ന വാഹന പ്രചരണ ജാഥ ബുധനാഴ്ച കരുനാഗപ്പള്ളിയിൽ സമാപിക്കും. പത്തനാപുരത്ത് പര്യടനം ആരംഭിച്ച ജാഥയ്ക്ക് വിവിധ കേന്ദ്രങ്ങളിൽ ആവേശോജ്വലമായ സ്വീകരണം. പുനലൂരിൽ ലക്ഷങ്ങളുടെ നിരോധിത പാൻ മസാല വേട്ട. കപ്പലണ്ടി മൊത്തവ്യാപാരശാലയിലെ ഗോഡൌണിലെ രഹസ്യ അറയിൽ നിന്നും പോലീസ് പിടിച്ചെടുത്തത് 2875 പാക്കറ്റ് പാൻ മസാല. പത്തനാപുരത്ത് സ്ത്രീകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ പെരുകുന്നു. പട്ടാപ്പകൽ യുവതിയെ കെട്ടിയിട്ട് സ്വർണ്ണക്കവർച്ച. ഭർത്താവിന്റെയും മക്കളുടെയും മുന്നിലിട്ട് വീട്ടമ്മയെ പീഡിപ്പിച്ച യുവാവ് പോലീസ് പിടിയിൽ. വാർത്തകൾ വിശദമായി. കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ വാഹന പ്രചരണ ജാഥ ബുധനാഴ്ച കരുനാഗപ്പള്ളിയിൽ സമാപിക്കും. പത്തനാപുരത്ത് ആരംഭിച്ച ജാഥയ്ക്ക് പുനലൂർ, അഞ്ചൽ, കൊട്ടാരക്കര തുടങ്ങി നിരവധി കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകി. സംസ്ഥാനത്തെ സ്വയം തൊഴിൽ സംരംഭകരായ ചെറുകിട കേബിൾ ടിവി ഓപ്പറേറ്റർമാരുടെ നിലനിൽപ്പ് തന്നെ ഇല്ലാതാകുന്ന രീതിയിലുള്ള നടപടികളാണ് വൈദ്യുത പോസ്റ്റ് വാടകയുമായി ബന്ധപ്പെട്ട് KSEB ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് അത്രേ. മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ പ്രദേശങ്ങളിൽ 250 രൂപയും പഞ്ചായത്തുകളിൽ 125 രൂപയായും വൈദ്യുത പോസ്റ്റ് വാടക വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. 5% വാർഷിക വർധനവും 12.36% സർവീസ് ടാക്സും കൂടി നൽകേണ്ടതായും വന്ന സാഹചര്യത്തിലാണ് കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പ്രക്ഷോഭ പരിപാടികളുമായി രംഗത്ത് വന്നിരിക്കുന്നത്. 2014 കേബിൾ ടിവി ഡിജിറ്റലൈസേഷൻ പൂർത്തീകരിക്കുന്നതിനായി സെറ്റ് ടോപ്പ് ബോക്സുകൾ സ്ഥാപിക്കുവാനും നെറ്റ്വർക്കുകൾ അപ്ഗ്രേഡ് ചെയ്യുവാനും വൻ സാമ്പത്തിക നിക്ഷേപം ആവശ്യമായി വന്ന സാഹചര്യത്തിലാണ് KSEBയുടെ ഈ ബാധ്യത കൂടി കേബിൾ ടിവി ഓപ്പറേറ്റർമാർക്ക് നേരിടേണ്ടി വരുന്നത്. കുത്തക കമ്പനികൾക്ക് നിലവിലുള്ള മാനദണ്ഡങ്ങൾ മറികടന്ന് കേബിൾ സ്ഥാപിക്കുവാൻ അധികൃതർ സൌകര്യമൊരുക്കുമ്പോഴാണ് സ്വയം തൊഴിൽ സംരംഭകരായ ചെറുകിട കേബിൾ ഓപ്പറേറ്റർമാരുടെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യും വിധം ഭരണകൂടം നിലപാടുകൾ സ്വീകരിക്കുന്നത്. ഇത്തരം പ്രതിസന്ധികൾക്ക് അടിയന്തര പരിഹാരം കാണാൻ അധികൃതർ തയ്യാറാകണമെന്നാവശ്യപ്പെട്ടാണ് കേബിൾ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ വാഹന പ്രചരണ ജാഥ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഒന്നിലധികം പേർക്ക് അനുവദിക്കുവാനുള്ള തീരുമാനവും വൈദ്യുതി പോസ്റ്റ് വാടക 5 വർഷം മുൻകാല പ്രാബല്യത്തിൽ നൽകി പുതിയ പോസ്റ്റുകൾക്ക് കരാർ വെക്കണമെന്ന വ്യവസ്ഥ പിൻവലിക്കുക. കേബിൾ ടിവി ആവശ്യത്തിനുള്ള വൈദ്യുതി പോസ്റ്റ് വാടക മിതമായ നിരക്കിൽ പുതുക്കി നിശ്ചയിക്കുക. ചെറുകിട കേബിൾ ടിവി ഓപ്പറേറ്റർമാരുടെ തൊഴിൽ സംരക്ഷണം ഉറപ്പുവരുത്തുക. കേബിൾ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി P. വിജയകുമാറാണ് ജാഥ ക്യാപ്റ്റൻ. കഴിഞ്ഞ ദിവസം 11 മണിയോടെ പുനലൂരിൽ പ്രവേശിച്ച ജാഥയ്ക്ക് നിരവധി കേബിൾ ടിവി ഓപ്പറേറ്റർമാർ സ്വീകരണം നൽകി. COA ജില്ലാ പ്രസിഡന്റ് അനിലാൽ സ്വീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു. ചാനലിലായാലും വിതരണ രംഗത്തായാലും സംപ്രേഷണ രംഗത്തായാലും ഉണ്ടാവുന്ന പലതരം വിഷയങ്ങൾ സമൂഹത്തിൽ നിന്നും രാഷ്ട്രീയ കക്ഷികളിൽ നിന്നും അതേപോലെ തന്നെ കോടതികളിൽ നിന്നും എല്ലാവിധമായ പ്രദേശത്തു നിന്നും ഉണ്ടാവുന്ന ചില ചെറിയ വിഷയങ്ങൾ, ആ വിഷയങ്ങളെയൊക്കെ തരണം ചെയ്യുക, ഈ വിഷയങ്ങൾ എങ്ങനെ തരണം ചെയ്യുമെന്നുള്ള സമൂഹത്തെ അറിയിക്കുവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു ജില്ലാ പ്രചരണ ജാഥ കൊല്ലം ജില്ലാ കമ്മിറ്റി നേതൃത്വം നടത്തുന്നത്. UDF ഗവൺമെന്റും KSEB ബോർഡായാലും ഇങ്ങനെയുള്ള സമരങ്ങളെയെല്ലാം കണ്ടില്ല എന്ന് നടിക്കുന്ന പ്രവണതയാണ് നമ്മുടെ മുന്നിലുള്ളത്. കേരള കേബിൾ കമ്മ്യൂണിക്കേഷൻ ലിമിറ്റഡ് ഡയറക്ടർ ബോർഡ് അംഗം സുരേഷ് ബാബു അധ്യക്ഷനായി. ജാഥ ക്യാപ്റ്റൻ P. വിജയകുമാർ, ജില്ലാ ട്രഷറർ സാജൻ തുടങ്ങി നിരവധി COA നേതാക്കൾ സംസാരിച്ചു. മേഖലാ പ്രസിഡന്റ് സജു P. എബ്രഹാം, സെക്രട്ടറി രാഹുൽ, മുൻ പ്രസിഡന്റ് ലുലു, മുൻ സെക്രട്ടറി അജികുമാർ, സെബാസ്റ്റ്യൻ, മുരളീധരൻ പിള്ള, തുളസീധരൻ പിള്ള തുടങ്ങിയവർ സ്വീകരണ പരിപാടിക്ക് നേതൃത്വം നൽകി. ലുലു, മുരളിപ്പിള്ള, തുളസീധരൻ പിള്ള, തോമസ് കുടി ഒറ്റക്കൽ, തോമസ് കുട്ടി. ലൈവ് വാർത്ത, പുനലൂർ. മകനോടൊപ്പം ക്ഷേത്ര ദർശനത്തിനായി പോയ മാതാവ് ബൈക്കിൽ നിന്നും തെറിച്ചു വീണ് മരിച്ചു. തെന്മല ഇടമൺ പ്ലാവിള വീട്ടിൽ പ്രസന്നയാണ് മരിച്ചത്. പത്തനംതിട്ട മലയാലപ്പുഴ റൂട്ടിൽ മുസ്ലിയാർ എഞ്ചിനീയറിംഗ് കോളേജിന് സമീപത്തായിരുന്നു അപകടം. ചൊവ്വാഴ്ച രാവിലെ 8 മണിയോടെ മകൻ വിഷ്ണുവിനോടൊപ്പം മലയാലപ്പുഴ ദേവീക്ഷേത്രത്തിൽ ദർശനത്തിനായി പോയ പ്രസന്ന ബൈക്ക് റോഡിലെ ഹമ്പിൽ കയറവെ തെറിച്ച് റോഡിലേക്ക് വീഴുകയായിരുന്നു. റോഡിൽ തലയിടിച്ചു വീണ പ്രസന്നയെ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. മൃതദേഹം ജനറൽ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തി ബന്ധുക്കൾക്ക് വിട്ടുനൽകി. സംസ്കാരം ബുധനാഴ്ച വൈകിട്ട് 3 മണിക്ക് ഇടമണിലെ വീട്ടുവളപ്പിൽ നടക്കും. ഇടമൺ സർവീസ് സഹകരണ ബാങ്കിലെ ജീവനക്കാരൻ A. പ്രകാശാണ് പ്രസന്നയുടെ ഭർത്താവ്. വിപിൻ, വിഷ്ണു എന്നിവരാണ് മക്കൾ. പത്തനംതിട്ട പോലീസ് കേസെടുത്തു. ലൈവ് വാർത്ത, പുനലൂർ. പുനലൂരിലെ സ്റ്റേഷനറി മൊത്തവ്യാപാരശാലയിൽ നിന്നും ലക്ഷക്കണക്കിന് രൂപയുടെ പാൻ മസാല പിടികൂടി. ഗോഡൌണിനുള്ളിലെ രഹസ്യ അറയിൽ സൂക്ഷിച്ചിരുന്ന 2875 പാക്കറ്റ് പാൻ മസാലയാണ് പുനലൂർ പോലീസ് പിടികൂടിയത്.
പുനലൂർ മാർക്കറ്റ് ജംഗ്ഷനിലെ കപ്പലണ്ടി മൊത്തവ്യാപാരശാലയുടെ ഗോഡൌണിനുള്ളിലാണ് ചാക്കിൽ കെട്ടിയ പാൻ മസാല സൂക്ഷിച്ചിരുന്നത്. വ്യാപാര സ്ഥാപനത്തിലെ മറ്റു സാധനങ്ങൾക്കൊപ്പം സൂക്ഷിച്ചിരുന്ന പാൻ മസാല പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെടാത്ത വിധമാണ് ഒളിപ്പിച്ചിരുന്നത്. പുനലൂർ പോലീസിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ SI ശിവപ്രസാദിന്റെ നിർദ്ദേശാനുസരണം അഡീഷണൽ SI ചെറിയാൻ, സിവിൽ പോലീസ് ഓഫീസർമാരായ അനിൽകുമാർ, ശ്രീകൃഷ്ണ എന്നിവരാണ് ഗോഡൌണിൽ പരിശോധന നടത്തിയത്. വിപണിയിൽ 1 ലക്ഷത്തിലേറെ രൂപ വില വരുന്ന 2785 പാക്കറ്റ് പാൻ മസാലയാണ് പിടികൂടിയത്. സംഭവത്തിൽ വ്യാപാരിയായ പുനലൂർ സ്വദേശി കബീറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. 10 രൂപയിൽ താഴെ മാത്രം വിലയിൽ അന്യസംസ്ഥാനങ്ങളിൽ വിറ്റഴിക്കുന്ന പാൻ മസാല കേരളത്തിൽ നിരോധനമുള്ള സാഹചര്യത്തിൽ 50 രൂപ വരെ വില ചുമത്തിയാണ് ആവശ്യക്കാർക്ക് വിറ്റഴിക്കുന്നത്. അന്യസംസ്ഥാന തൊഴിലാളികളും വിദ്യാർത്ഥികളും ഉൾപ്പെടെ നിരവധി പേർക്കാണ് രഹസ്യമായി ഇത്തരം നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ വ്യാപാരികൾ എത്തിച്ചു നൽകുന്നത്. ഇതിൽ നിരവധി ഇടനിലക്കാരും സജീവമായി ഉണ്ടത്രേ. കോളേജ്, സ്കൂൾ, ക്യാമ്പസ് പരിസരങ്ങളിലുള്ള ലഹരി വസ്തുക്കൾ പിടികൂടുന്നതിന്റെ ഭാഗമായിട്ടുള്ള ഒരു ശ്രമം കേരളത്തിൽ ആകമാനം നടക്കുന്നതിന്റെ ഭാഗമായിട്ട് പുനലൂർ പോലീസ് ഇന്ന് വളരെ നല്ല രീതിയിലുള്ള ഒരു വലിയ ഒരു ശൃംഖലയെ തന്നെ വലയിൽപ്പെടുത്തുവാൻ പുനലൂർ പോലീസിന് കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് ഏതാണ്ട് ഉച്ചയോടുകൂടി ഇങ്ങനെ ഒരു വിവരം കിട്ടുകയും ഞാൻ വിശ്വസനായിട്ടുള്ള എൻ്റെ 2 പോലീസ് ഉദ്യോഗസ്ഥരെ നിയമിക്കുകയും ഒരു അനിൽകുമാർ, ഒരു KP ശ്രീകൃഷ്ണ എന്ന KP പോലീസാണ്. ഈ 2 പേരെ നിയമിക്കുകയും അവർ വളരെ നല്ല രീതിയിൽ നടത്തിയ ശ്രമത്തിന്റെ ഫലമായി ഈ കേസ് പിടിക്കണമെന്നുള്ള ഒരു കാരണം പലതവണ ഇത് 2-3 തവണ മുമ്പ് എഴുതാശയമാരും മറ്റൊക്കെ ഒരുപാട് തവണ ചെയ്തിട്ടുള്ളതിനും നമുക്ക് ഇയാളെ പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇത് ഇന്ന് വളരെ നല്ല രീതിയിൽ യാതൊരു വിധത്തിലുള്ള പഴുതുകളും ഇല്ലാതെ ഞങ്ങൾ നടത്തിയ ശ്രമത്തിന്റെ ഫലമായി ഏതാണ്ട് 1 ലക്ഷം രൂപയോളം വരുന്ന ഗണേഷ് പാക്കറ്റ്, 1 ലക്ഷം രൂപയോളം വരുന്ന ഗണേഷിന്റെ പാക്കറ്റുകൾ, ഏതാണ്ട് 2875 ഗണേഷിന്റെ പാക്കറ്റുകൾ പിടികൂടുക. കച്ചവടക്കാരുടെ കമ്മീഷൻ പറ്റി മൗനാനുമതി നൽകുകയും പരിശോധനാ വിവരം മുൻകൂട്ടി അറിയിച്ചു നൽകുകയും ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥരും ഇത്തരം കച്ചവടങ്ങളിൽ സജീവമായി ഉണ്ടെന്നാണ് ആക്ഷേപം. ലൈവ് വാർത്ത, പുനലൂർ. രാത്രികാലങ്ങളിൽ മദ്യപിച്ച് വീടുകളിൽ കയറി സ്ത്രീകളെ പീഡിപ്പിക്കുന്ന യുവാവ് പോലീസ് പിടിയിൽ. പത്തനാപുരം പൂങ്കുളഞ്ഞി തേവലക്കര സ്വദേശി സുധീഷ് കുമാറാണ് പത്തനാപുരം പോലീസിന്റെ പിടിയിലായത്. കഴിഞ്ഞ രാത്രിയിൽ പൂങ്കുളഞ്ഞി തേവലക്കര സ്റ്റേറ്റ് ഫാമിംഗ് ലേബർ ക്വാർട്ടേഴ്സിലെ താമസക്കാരിയായ യുവതിയെ പീഡിപ്പിച്ച കേസിലാണ് സുധീഷ് കുമാർ പിടിയിലായത്. ക്വാർട്ടേഴ്സിന്റെ വാതിൽ പൊളിച്ച് അകത്തു കടന്ന ഇയാൾ ശരീരസുഖമില്ലാതെ കിടപ്പിലായ ഭർത്താവിനൊപ്പം ഉറങ്ങുകയായിരുന്ന യുവതിയെ പീഡിപ്പിക്കുകയായിരുന്നു. സംഭവ സമയം യുവതിയുടെ 12ഉം 14ഉം വയസ്സുള്ള മക്കളും വീട്ടിലുണ്ടായിരുന്നു. യുവതിയുടെ പരാതിയെ തുടർന്ന് നാട്ടുകാരുടെ സഹായത്തോടെ പത്തനാപുരം SI സുനിൽ കൃഷ്ണ, ASI രാജേന്ദ്രബാബു എന്നിവരുടെ നേതൃത്വത്തിലെത്തിയ പോലീസ് സംഘമാണ് ഇയാളെ പിടികൂടിയത്. പ്രദേശത്തെ ഇലക്ട്രീഷ്യനായ സുധീഷ് കുമാർ നിരവധി പീഡനക്കേസുകളിലും പ്രതിയാണ്. പുനലൂർ കോടതിയിൽ ഹാജരാക്കിയ ഇയാളെ റിമാൻഡ് ചെയ്തു. ലൈവ് വാർത്ത, പത്തനാപുരം. പത്തനാപുരത്ത് പട്ടാപ്പകൽ യുവതിയെ കെട്ടിയിട്ട് കവർച്ച, 6 പവൻ സ്വർണവും അപഹരിക്കപ്പെട്ടു. ഇടത്തറ നജീബ് മൻസിലിൽ ഷഫീഖിന്റെ ഭാര്യ നീതയെയാണ് കിടപ്പുമുറിയിലെ കട്ടിലിൽ കെട്ടിയിട്ട ശേഷം ആഭരണങ്ങൾ കവർന്നത്. 1.5 വയസ്സുകാരിയായ മകളുടെ കയ്യിൽ കിടന്ന സ്വർണ്ണ ചെയിൻ, നീതയുടെ കഴുത്തിൽ കിടന്ന മാല എന്നിവയും അലമാരയിൽ സൂക്ഷിച്ചിരുന്ന സ്വർണവും അപഹരിക്കപ്പെട്ടു. വിദേശത്ത് ജോലി ചെയ്യുന്ന ഭർത്താവ് ഷഫീഖ് നാളെ വരാനിരിക്കെയാണ് മോഷണം നടന്നത്. നീതയുടെ ഭർത്തൃമാതാവ് ലൈല ബീവി സമീപത്തെ കടയിലേക്ക് പോയ സമയത്തായിരുന്നു സംഭവം. പിൻവാതിലിലൂടെ അകത്തു കടന്ന മോഷ്ടാവ് യുവതിയുടെ വായ മൂടിക്കെട്ടിയ ശേഷം കട്ടിലിൽ ബന്ധിക്കുകയായിരുന്നു അത്രേ. കഴുത്തെ കൂടെ കയ്യിലിട്ട് കെട്ടിയിട്ട് കണ്ണി കൂടെ കയ്യിലിട്ട് ഇങ്ങനെ മുറുക്ക കെട്ടിയിരിക്കുക, കെട്ടിയിട്ട് കഴുത്തെ കൂടെ കെട്ടി മുറുക്കി വെച്ചിരിക്കണം. സംസാരിക്കാനൊന്നും നോക്കത്തില്ല, ഇങ്ങനെ ഇരിക്കുക കയ്യിലുണ്ട്. ഞാൻ വന്ന് ഈ കൊച്ചിനെ കിടന്ന് തിരക്കുക, മുറ്റത്ത് കിണറ്റുകരയെല്ലാം പോയി കുഞ്ഞു നിന്ന് കരയും. അന്ന് നോക്കുമ്പോഴാണ് ഞാൻ ഇത് കാണുന്ന ഈ രംഗം. പത്തനാപുരം സബ് ഇൻസ്പെക്ടർ BK സുനിൽകൃഷ്ണയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി. സംഭവവുമായി ബന്ധപ്പെട്ട് സമീപത്ത് ജോലി ചെയ്യുന്ന അന്യസംസ്ഥാന തൊഴിലാളികളെ ചോദ്യം ചെയ്തു. അന്വേഷണം ഊർജിതപ്പെടുത്തിയതായി പോലീസ് പറഞ്ഞു. ലൈവ് വാർത്ത, പത്തനാപുരം. സാർവദേശീയ വനിതാ ദിനാചരണത്തിന്റെ ഭാഗമായി തലവൂർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സെമിനാർ സമാപിച്ചു. സെമിനാറിൽ പ്രമുഖർ വിവിധ വിഷയങ്ങളിൽ ക്ലാസ് നയിച്ചു. വനിതാ ദിനാചരണത്തോടനുബന്ധിച്ച് നടന്ന സെമിനാറിന്റെ ഭാഗമായി വിവിധ വിഷയങ്ങളെ ആസ്പദമാക്കി ബോധവൽക്കരണ ക്ലാസുകളും നടന്നു. ലഹരിയും സാമൂഹ്യ വിപത്തും എന്ന വിഷയത്തിൽ അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ ജേക്കബ് ജോൺ ക്ലാസ് നയിച്ചു. തുടർന്ന് സ്ത്രീ സുരക്ഷയെ ആസ്പദമാക്കി അഡ്വക്കേറ്റ് മുഹമ്മദ് അൻസാരി, ഷിബു തോമസ് എന്നിവർ ക്ലാസ് എടുത്തു. പ്രോഗ്രാം കോർഡിനേറ്റർ S തങ്കമ്മ, J ഗീത എന്നിവരെ കൂടാതെ തൊഴിൽ നിപുണത എന്ന വിഷയത്തിൽ NS സുനിൽകുമാറും, ഉച്ചയ്ക്ക് ശേഷം നിങ്ങളെ തിരിച്ചറിയുക എന്ന വിഷയത്തിൽ G സുധീഷും ക്ലാസ് നയിച്ചു. ബുധനാഴ്ച 9:30 മുതൽ 1:30 വരെ കരിയർ ഗുരു ഡോക്ടർ PR വെങ്കട്ടരാമൻ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ സാധ്യത എന്ന വിഷയത്തിൽ ക്ലാസ് നയിക്കും. ലൈവ് വാർത്ത, പത്തനാപുരം. ചിതറ മുതയിൽ പാടശേഖര സമിതിയുടെ നേതൃത്വത്തിൽ കൊയ്ത്തുത്സവം ആഘോഷിച്ചു. ചിതറ കൃഷിഭവൻ പരിധിയിൽപ്പെട്ട 5 ഏക്കറിൽ വിതച്ച നെല്ലാണ് കൊയ്തെടുത്തത്.
കർഷകരും പൊതുപ്രവർത്തകരുമായ ഷമീം കാരച്ചിറ, ഹുമയൂൺ കബീർ എന്നിവർ ചേർന്ന് കൃഷിയിറക്കിയ വയലിലാണ് കൊയ്ത്തുത്സവം നടത്തിയത്. തരിശായി കിടക്കുന്ന വയലുകളിൽ നെൽകൃഷി നടത്തുന്നതിന് കൃഷിവകുപ്പും പഞ്ചായത്തും നടപ്പാക്കുന്ന ശ്രമങ്ങളുടെ ഭാഗമായാണ് ഇവിടെ നെൽകൃഷി ആരംഭിച്ചത്. മുതയിൽ പാടശേഖരത്തിൽ തന്നെ 40 ഹെക്ടറോളം നെൽകൃഷിയാണ് മുൻപ് ഉണ്ടായിരുന്നത്. എന്നാൽ കാലക്രമേണ 5 ഏക്കറോളം സ്ഥലം മാത്രമായി മാറുകയായിരുന്നു. അവശേഷിച്ച ഈ സ്ഥലത്ത് വിത്തെറിഞ്ഞ നെല്ലാണ് ഉത്സവാന്തരീക്ഷത്തിൽ കൊയ്തെടുത്തത്. മറ്റു കർഷകർക്ക് മാതൃകയാവും വിധമാണ് ഈ പൊതുപ്രവർത്തക കർഷകരുടെ നെൽകൃഷി. തരിശുനിലങ്ങളിൽ വീണ്ടും നെൽകൃഷി നടത്താൻ കർഷകർ തയ്യാറാകണമെന്നും കൃഷി ഓഫീസറും കർഷകനുമായ ഷമീം പറഞ്ഞു. കഴിഞ്ഞ കുറെ നാളുകളായി നമ്മുടെ സമിതിയുടെ കീഴിൽ നെൽകൃഷി വളരെ കുറവായിരുന്നു. നമ്മുടെ ഇത് തന്നെ ഏകദേശം 5 ഏക്കറോളം വരുന്ന ഈ നിലം കഴിഞ്ഞ 8 വർഷക്കാലമായി നെൽകൃഷി ഇല്ലാതെ കിടന്നിരുന്ന തരിശു നിലങ്ങളാണ്. ഇപ്പോൾ അത് കൃഷി ചെയ്യാൻ ഒരു അവസരമുണ്ടായപ്പോൾ കൃഷിഭവനുമായി ബന്ധപ്പെട്ട് ഞങ്ങളിത് കൃഷി ചെയ്യണം എന്ന് അറിയിച്ചപ്പോൾ തന്നെ അവർ നമുക്ക് വേണ്ടുന്ന എല്ലാവിധ നിർദ്ദേശങ്ങളും നൽകി. ഈ കൃഷിയിൽ നമുക്ക് ഇതിൻ്റെ നിലം ഒരുക്കുന്ന സമയം മുതൽ ഇതിൻ്റെ വിളവെടുക്കുന്ന സമയം വരെയുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും വ്യക്തമായ നിർദ്ദേശങ്ങൾ കൃഷിഭവൻ ഉദ്യോഗസ്ഥർ, വിശിഷ്യ ഓഫീസർ ഭാസ്കരൻ സാറും മോഹൻ സാറും നൽകിയ നിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് നമ്മളിത് ചെയ്തത്. കൃഷി ഓഫീസർ എൽ ഭാസ്കരൻ പിള്ള, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ മോഹനചന്ദ്രൻ നായർ, ആശ എന്നിവരും കൊയ്ത്തുത്സവത്തിൽ പങ്കാളികളായി. ലൈവ് വാർത്ത, കടയ്ക്കൽ. ജില്ലാ പഞ്ചായത്തിന്റെ സഹകരണത്തോടെ റോഡ് വികസനം ഫലപ്രദമാക്കുവാൻ പുതിയ രൂപരേഖയുമായി കരവാളൂർ ഗ്രാമപഞ്ചായത്ത്. വികസനം നടപ്പാക്കേണ്ട റോഡുകളുടെ വിശദ വിവരം കമ്പ്യൂട്ടറിലാക്കിയാണ് അതിവേഗ പദ്ധതി നടപ്പാക്കുന്നതെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ജയമോഹൻ പറഞ്ഞു. പഞ്ചായത്തിൽ വികസനമെത്താത്തതും സഞ്ചാരയോഗ്യമല്ലാത്തതുമായ റോഡുകൾ കണ്ടുപിടിച്ച് അവയുടെ വിശദമായ രൂപരേഖ തയ്യാറാക്കും. തുടർന്ന് നവീകരണത്തിന് അവലംബിക്കേണ്ട രീതികളും ചിലവാക്കേണ്ട തുകയും വ്യക്തമായി രേഖപ്പെടുത്തും. ഇവ പഞ്ചായത്തിലെ കമ്പ്യൂട്ടറുകളിൽ സൂക്ഷിക്കും. പിന്നീട് ഇവയുടെ നിർമ്മാണവും നവീകരണ പ്രവർത്തനങ്ങളും ആവശ്യമായി വരുമ്പോൾ ഒറ്റനോട്ടത്തിൽ റോഡുകളുടെ സ്ഥിതി മനസ്സിലാക്കാൻ സാധിക്കും. ജില്ലാ പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, MLA, MP എന്നിവരുടെ ഫണ്ടുകളിൽ ഏതുപയോഗിച്ച് സഞ്ചാരയോഗ്യമാക്കണമെന്ന് തരംതിരിച്ച് മാപ്പ് തയ്യാറാക്കും. തുടർന്നാകും നിർമ്മാണ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തുകയെന്നും ജയമോഹൻ അറിയിച്ചു. എല്ലാ റോഡുകളെ സംബന്ധിച്ചൊരു മാപ്പ് ഞങ്ങൾ തയ്യാറാക്കി. ആ മാപ്പിൽപ്പെട്ട റോഡുകളിൽ ഗ്രാമപഞ്ചായത്ത് ഏതെടുക്കണം, ജില്ലാ പഞ്ചായത്ത് ഏതെടുക്കണം, MLA ഏതാണ് എടുക്കേണ്ടത്, MP ഏത് റോഡ് എടുക്കണം, അതോടൊപ്പം കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളിൽ നിന്ന് ലഭ്യമാകുന്ന ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഈ റോഡുകൾ എങ്ങനെ നവീകരിക്കാം എന്നുള്ളതിനെ സംബന്ധിച്ച് റോഡ് വികസനം വേണ്ട ആളുകൾ അപേക്ഷയുമായി നടക്കാതെ അത് മുഴുവൻ കമ്പ്യൂട്ടറിലാക്കിക്കൊണ്ട് ഒരു മേശപ്പുറത്തിരിക്കുമ്പോൾ തന്നെ റോഡിൻ്റെ അവസ്ഥ മനസ്സിലാക്കാൻ കഴിയുന്ന തരത്തിലേക്കൊരു സമഗ്ര റോഡ് മാപ്പിംഗ് സിസ്റ്റം തന്നെ കരവാളൂരിൽ തയ്യാറാക്കി ചെയ്തിട്ടുണ്ട് എന്നുള്ള വിവരം കൂടി അറിയിക്കാം. ലൈവ് വാർത്ത, പുനലൂർ. പത്തനാപുരം മാർക്കറ്റിനുള്ളിൽ നിർമ്മാണം നിലച്ച കാർഷിക വിപണന കേന്ദ്രം കല്ലുംകടവിലേക്ക് മാറ്റി സ്ഥാപിക്കണമെന്ന ആവശ്യവുമായി PDP രംഗത്ത്. PDP ജില്ലാ വർക്കിംഗ് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ പത്തനാപുരം പ്രസ് ക്ലബിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം ആവശ്യപ്പെട്ടത്. ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നിർമ്മാണം നടത്തുന്ന കെട്ടിടം മാർക്കറ്റിനുള്ളിൽ സ്ഥാപിക്കുന്നതിലൂടെ ഇത് മത്സ്യ മാർക്കറ്റിന്റെ പ്രവർത്തനത്തെ സാരമായി ബാധിക്കും. കാർഷിക വിപണന കേന്ദ്രം എന്ന പേരിൽ നിർമ്മിക്കുന്ന കെട്ടിടത്തിന് അനുയോജ്യമായ സ്ഥലം കല്ലുംകടവിലെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡാണ്. കർഷകർക്ക് എത്തിച്ചേരുന്നതിനും വാഹനത്തിൽ ചരക്ക് കയറ്റി ഇറക്കുന്നതിനും ഇവിടമാണ് അനുയോജ്യം. മാർക്കറ്റിനുള്ളിലൂടെ ഒഴുകുന്ന മലിനജലം KSRTCയുടേതോ പഞ്ചായത്തിന്റേതോ ആണെങ്കിലും ബുദ്ധിമുട്ടും ഭീഷണിയും പൊതുജനങ്ങൾക്കാണ്. ആരോഗ്യവകുപ്പിൽ വിവരമറിയിച്ചിട്ടും വേണ്ടത്ര ജാഗ്രത പുലർത്താൻ അധികൃതർ തയ്യാറാകുന്നില്ലെന്നും PDP നേതാക്കൾ ആരോപിച്ചു. ഇതിൽ നടപടി സ്വീകരിക്കാത്ത പക്ഷം ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ ആസൂത്രണം ചെയ്യുകയാണ് PDP. നൂറുകണക്കിന് വാഹനങ്ങൾ ദിവസവും വന്നു പോകുന്ന മത്സ്യ മാർക്കറ്റിന്റെ പ്രവർത്തനത്തെ സാരമായി ബാധിക്കുമെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ ഈ കെട്ടിടം ഇവർ പറയുന്നത് കാർഷിക വിപണന കേന്ദ്രത്തിന്റെ ആവശ്യത്തിലേക്കാണ് എങ്കിൽ പോലും കാർഷിക വിപണന കേന്ദ്രത്തിന്റെ ആവശ്യത്തിലേക്കാണ് ഈ കെട്ടിടം പണിയുന്നത് എങ്കിൽ അത് തീർച്ചയായും കല്ലുംകടവ് ഭാഗത്തേക്ക് മാറ്റി സ്ഥാപിച്ചാൽ, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിനുള്ളിൽ സ്ഥലം കണ്ടെത്തി സ്ഥാപിച്ചാൽ കാർഷിക വിപണന കേന്ദ്രത്തിലേക്ക് കർഷകർക്ക് സാധനങ്ങൾ മറ്റ് കൊണ്ടുവരുന്നതിനും വാഹനത്തിൽ കയറ്റി ഇറക്കുന്നതിനും ഏറ്റവും ഉപകാരപ്രദമായ സ്ഥലം കല്ലുംകടവ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് തന്നെയാണ്. ഈ സ്ഥലപരിമിതിക്കുള്ളിൽ ഒരു 3 ബിൽഡിംഗ് കൂടെ വന്നാൽ എങ്ങനെ ഒരു വാഹനത്തിൽ ഈ സാധനങ്ങൾ കർഷകർ സാധനങ്ങൾ എത്തിക്കും, അത് കയറ്റി ഇറക്കും? ഒരു ഓണം സീസൺ വന്നാൽ നടന്നു പോകാൻ കൂടുതൽ സ്ഥലമില്ലാത്ത നമ്മുടെ മാർക്കറ്റിന്റെ ശോചനീയാവസ്ഥ മനസ്സിലാക്കിയിട്ടാണോ പഞ്ചായത്തിൽ നിന്ന് പെർമിഷൻ കൊടുത്തിരിക്കുന്നതെന്ന് നമുക്ക് അത്ഭുതം തോന്നി. PDP കൊല്ലം ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് ഷിബു ഹിഷാം, ഷാജി പത്തനാപുരം, സലീം കുന്നിക്കോട്, താന്നിവിള സിദ്ദിഖ്, കുണ്ടയം വഹാബ്, റഫീഖ് എന്നിവർ സംസാരിച്ചു. ലൈവ് വാർത്ത, പത്തനാപുരം.
സമൂഹത്തിൽ വർദ്ധിച്ചുവരുന്ന മദ്യാസക്തിക്ക് പരിഹാരം കാണാൻ ചിതറയിൽ മദ്യവിരുദ്ധ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. ചിതറ ഗ്രാമപഞ്ചായത്തിന്റെയും മങ്കോട് മടത്തറ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. മധുമുക്തി എന്ന പേരിലാണ് മദ്യവിരുദ്ധ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചത്. പരിപാടിയുടെ ഭാഗമായി പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കിറ്റി ഷോ, ലഘുനാടകം, റാലി, ബോധവൽക്കരണ ക്ലാസുകൾ എന്നിവയും നടത്തി. മദ്യത്തിന്റെ ഉപയോഗം മൂലം സമൂഹത്തിനും സാമൂഹ്യ ജീവികൾക്കും കുടുംബത്തിനും ഉണ്ടാകുന്ന വിപത്തുകൾ വളരെ ഭയാനകമാണ്. ഇതിൽ നിന്നും സമൂഹത്തെ മുക്തരാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അധികൃതർ മധുമുക്തി സംഘടിപ്പിച്ചത്. മാങ്കോട് ആശുപത്രി അങ്കണത്തിൽ നടന്ന കിറ്റി ഷോ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആനന്ദവും അറിവും പകരുന്നതായിരുന്നു. കിറ്റി. ആ കിറ്റി, നല്ല പേരല്ലേ? അതെനിക്ക് നേരത്തെ അറിയാം. കിറ്റി, ഇനി എന്നെ പരിചയപ്പെടുത്ത്. അത് വേണോ? അത് വേണം. പറയൂ, വാട്ട് ഈസ് മൈ നെയിം? മങ്കി. മങ്കിയോ? ഐ എം നോട്ട് എ മങ്കി. ഐ ആം മജീഷ്യൻ വിനോദ് നരനാൾ. കൊരങ്ങൻ. അതെ, ഇത്രയും ആളുകളുടെ മുമ്പിൽ വെച്ച് എന്നെ വെറുതെ നാണം കെടുത്തരുത്. അതിന് തനിക്ക് നാണം ഉണ്ടായിട്ട് വേണ്ടേ? എനിക്ക് നാണം ഇല്ലേ? ഒട്ടും നാണില്ല. അയ്യോ. മാർച്ച് 9, 10 തീയതികളിലായാണ് മധുമുക്തി നാട്ടിൽ പ്രചാരണം നടത്തിയത്. ലൈവ് വാർത്ത, കടയ്ക്കൽ. അടുക്കളമൂല കുഞ്ചാണ്ടിമുക്ക് റോഡിന് 4,59,00,000 രൂപയുടെ ഭരണാനുമതി ലഭിച്ചതായി കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ജയമോഹൻ ലൈവ് വാർത്തയ്ക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്. കരവാളൂർ ഗ്രാമപഞ്ചായത്തിൽ ഉൾപ്പെട്ട അടുക്കളമൂല, വട്ടമൺ, കുഞ്ചാണ്ടിമുക്ക്, വേലൻകോണം റോഡിനാണ് 4,59,00,000 രൂപയുടെ ഭരണാനുമതി ലഭിച്ചത്. 4.5 കിലോമീറ്റർ ദൂരത്തിലാണ് റോഡ് നിർമ്മിക്കുന്നത്. റോഡ് നിർമ്മാണം പൂർത്തിയായാൽ അടുത്ത 5 വർഷം വരെ അറ്റകുറ്റപ്പണി ഉൾപ്പെടെയുള്ള ഉത്തരവാദിത്വവും കരാറുകാരിൽ നിക്ഷിപ്തമായിരിക്കും. 2 വർഷം മുൻപാണ് റോഡിന്റെ നിർദ്ദേശം സർക്കാരിന് സമർപ്പിച്ചത്. കൂടാതെ കരവാളൂർ ടൗൺ, മാത്ര ടൗൺ, വെഞ്ചേമ്പ് എന്നിവിടങ്ങളിൽ റോഡിന്റെ വശങ്ങളിൽ ഇന്റർലോക്ക് ഇട്ട് മനോഹരമാക്കുവാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതിൽ കരവാളൂർ, പുത്തൂത്തടം ഭാഗങ്ങളിലെ നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞു. കരവാളൂർ ഗ്രാമപഞ്ചായത്തിൽ വിവിധ റോഡുകൾക്കും പാലങ്ങൾക്കുമായി 1 കോടി രൂപ അനുവദിച്ചിട്ടുള്ളതായും ജയമോഹൻ അറിയിച്ചു. കരവാളൂർ ഗ്രാമപഞ്ചായത്തിലെ ഉൾപ്രദേശങ്ങളെ ഉൾപ്പെടെ യോജിപ്പിച്ചുകൊണ്ട് മെയിൻ റോഡുകളുമായി ഇട്ട് എത്തത്തക്കവണ്ണം പുനലൂർ മുനിസിപ്പാലിറ്റിയുടെ അഞ്ചൽ പഞ്ചായത്തിൻ്റെ ഇടയ്ക്കിടക്കുന്ന ഒരു പഞ്ചായത്ത് എന്നുള്ള നിലയിൽ ഈ മുനിസിപ്പാലിറ്റിയിലേക്കും അതുപോലെ തന്നെ അഞ്ചൽ പഞ്ചായത്തിലേക്കും പോകാൻ കഴിയുന്ന ഇട റോഡുകളെ ആകെ ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു ബൃഹത് റോഡ് പദ്ധതി കരവാളൂർ ഗ്രാമപഞ്ചായത്തിൽ നടപ്പിലാക്കുക. അതിൻ്റെ ഭാഗമായിട്ട് അടുക്കളമൂല നിന്നും ആരംഭിച്ച് വട്ടമൺ എത്തി അതിനുശേഷം അയണിക്കോട് വഴി കുഞ്ചാണ്ടി വഴി അയണിക്കോട് എത്തി വേലങ്കോണം വഴി അരിപ്ലാച്ചിയിലേക്ക് എത്താൻ കഴിയുന്ന തരത്തിൽ 4,59,00,000 രൂപ ചെലവഴിച്ചുകൊണ്ട് ഒരു ബൃഹത് റോഡ് പദ്ധതിക്ക് അനുമതി ലഭിച്ചിരിക്കുകയാണ്. കരാറായി പണി മാർച്ച് അവസാനത്തോടുകൂടി പണി ആരംഭിക്കുകയും ചെയ്യും. 5 വർഷക്കാലം ഈ റോഡിൻ്റെ മെയിൻ്റനൻസ് മറ്റുമെല്ലാം എടുക്കുന്ന കരാറുകാരങ്ങളിൽ തന്നെ നിക്ഷിപ്തമാക്കിക്കൊണ്ട് യാതൊരുവിധ റോഡിൻ്റെ സുരക്ഷിതത്വത്തിന് ഭീഷണി ഉണ്ടാകാത്ത തരത്തിലുള്ള ഒരു ബൃഹത് പദ്ധതിയാണ് അവിടെ ആരംഭിക്കുന്നത്. അതിനോടനുബന്ധിച്ചാണ് 1 കോടി രൂപ കൂടി കൊല്ലം ജില്ലാ പഞ്ചായത്ത് അവിടുത്തെ മറ്റ് മേഖലകളിലെ റോഡ് വികസനത്തിന് വേണ്ടി കൂടി വിനിയോഗിക്കുന്നു. കരവാളൂർ ടൗൺ മറ്റ് പ്രധാനപ്പെട്ട പട്ടണങ്ങളെക്കാൾ മനോഹരമാക്കി മാറ്റുന്നതിന് വേണ്ടി തറ ഓട് ഉൾപ്പെടെ ഇട്ടുകൊണ്ട് നല്ല ഒരു പട്ടണമാക്കി കരവാളൂർ ഗ്രാമപഞ്ചായത്തിലെ കരവാളൂർ ജംഗ്ഷനെ മാറ്റാൻ കഴിയും. ആ മാതൃക മാത്ര ജംഗ്ഷനിലും വെഞ്ചേമ്പിലും കൂടി പ്രാവർത്തികമാക്കിക്കൊണ്ട് ഒരു കൊച്ചു പഞ്ചായത്ത് എല്ലാ രംഗത്തും ഏറ്റവും മാതൃകാപരമാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള പദ്ധതികളുമായിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ലൈവ് വാർത്ത, പുനലൂർ. കാര്യറ പീഠികയിൽ ഭഗവതി ക്ഷേത്രത്തിൽ പൊങ്കാല മഹോത്സവം ചൊവ്വാഴ്ച നടന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സെക്രട്ടറി PR ബാലചന്ദ്രൻ നായർ ഭദ്രദീപം തെളിയിച്ചു. ബുധനാഴ്ച രാവിലെ 7:30 തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സെക്രട്ടറി PR ബാലചന്ദ്രൻ നായർ പൊങ്കാല മഹോത്സവത്തിന് ഭദ്രദീപം തെളിയിച്ചു. ക്ഷേത്രം മേൽശാന്തി അനീഷ് വാസുദേവൻ ഭണ്ഡാര അടുപ്പിൽ അഗ്നി പകർന്നതോടെ പൊങ്കാലയ്ക്ക് തുടക്കം കുറിച്ചു. ധൂമപാളികൾക്കിടയിൽ ഉയർന്നുകേട്ട ദേവീസ്തുതികളുടെ അലയൊലിയിൽ ഭക്തിസമ്പൂർണമായ അന്തരീക്ഷത്തിലായിരുന്നു പുത്തൻ മൺകലങ്ങളിലായി നൂറുകണക്കിന് ഭക്തർ പൊങ്കാലയർപ്പിച്ചത്. ക്ഷേത്രാങ്കണവും പരിസരവും ക്ഷേത്രവഴികളും നിറയെ പൊങ്കാലക്കലങ്ങൾ നിരന്നിരുന്നു. പൊങ്കാല ഉത്സവത്തിന്റെ ഭാഗമായി വൈകിട്ട് മൂലക്ഷേത്രത്തിൽ കളമെഴുത്തും പാട്ടും നടന്നു. ലൈവ് വാർത്ത, പുനലൂർ.
ബിസിനസ് വാർത്തയിലേക്ക്. പ്രമുഖ ധനകാര്യ സ്ഥാപനമായ മുത്തൂറ്റ് ഫിനാൻസിന്റെ നേതൃത്വത്തിൽ ഇക്കഴിഞ്ഞ SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് മുത്തൂറ്റ് എം ജോർജ് എക്സലൻസ് അവാർഡുകൾ വിതരണം ചെയ്തു. ഏരൂർ അഞ്ചൽ ബ്രാഞ്ചുകളുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് അവാർഡ് വിതരണം സംഘടിപ്പിച്ചത്. മുത്തൂറ്റ് ഫിനാൻസിന്റെ ഏരൂർ ബ്രാഞ്ച് പരിധിയിലെ ഐലറ ഗവൺമെന്റ് ഹൈസ്കൂൾ, നെട്ടയം HS, അഞ്ചൽ ബ്രാഞ്ച് മേഖലയിലെ അഞ്ചൽ ഗവൺമെന്റ് ഹൈസ്കൂൾ എന്നിവിടങ്ങളിലെ വിദ്യാർത്ഥികൾക്കാണ് മുത്തൂറ്റ് എം ജോർജ് എക്സലൻസ് അവാർഡുകൾ സമ്മാനിച്ചത്. അഞ്ചൽ മുത്തൂറ്റ് ഫിനാൻസിൽ നടന്ന ചടങ്ങിൽ അഞ്ചൽ ബ്രാഞ്ച് മാനേജർ ഡാനിയൽ വർഗീസ്, ഏരൂർ ബ്രാഞ്ച് മാനേജർ അനിത ബെഞ്ചമിൻ, കുളത്തൂപ്പുഴ ബ്രാഞ്ച് മാനേജർ ബെഞ്ചമിൻ ജോൺ എന്നിവർ അവാർഡുകൾ വിതരണം ചെയ്തു. അശ്വൻ ധരൻ, സൂര്യ S കൃഷ്ണ, ഷിജിൻ S, സൈമൺ എന്നിവർ അവാർഡുകൾ ഏറ്റുവാങ്ങി. ബ്രാഞ്ച് മാനേജർമാരായ ഷിനു ചാക്കോ, ലാലി എം ജോർജ്, ബിജു ജോർജ് എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായി. ലൈവ് വാർത്ത, അഞ്ചൽ. ഇനി ഇന്നത്തെ സ്വർണ്ണ വെള്ളി നിരക്കുകൾ. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്രം ജുവല്ലേഴ്സ് പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പവിത്രം ജുവല്ലേഴ്സ് പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. പ്രധാന വാർത്തകൾ വീണ്ടും. വൈദ്യുത പോസ്റ്റുകളുടെ വാടക കുത്തനെ കൂട്ടിയ നടപടിയിൽ പ്രതിഷേധിച്ച് കേബിൾ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ നടത്തുന്ന വാഹന പ്രചരണ ജാഥ ബുധനാഴ്ച കരുനാഗപ്പള്ളിയിൽ സമാപിക്കും. പത്തനാപുരത്ത് പര്യടനം ആരംഭിച്ച ജാഥയ്ക്ക് വിവിധ കേന്ദ്രങ്ങളിൽ ആവേശോജ്വലമായ സ്വീകരണം. പുനലൂരിൽ ലക്ഷങ്ങളുടെ നിരോധിത പാൻ മസാല വേട്ട. കപ്പലണ്ടി മൊത്തവ്യാപാരശാലയിലെ ഗോഡൌണിലെ രഹസ്യ അറയിൽ നിന്നും പോലീസ് പിടിച്ചെടുത്തത് 2875 പാക്കറ്റ് പാൻ മസാല. പത്തനാപുരത്ത് സ്ത്രീകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ പെരുകുന്നു. പട്ടാപ്പകൽ യുവതിയെ കെട്ടിയിട്ട് സ്വർണ്ണക്കവർച്ച. ഭർത്താവിന്റെയും മക്കളുടെയും മുന്നിലിട്ട് വീട്ടമ്മയെ പീഡിപ്പിച്ച യുവാവ് പോലീസ് പിടിയിൽ. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കുമായി ഞങ്ങളുടെ വെബ്സൈറ്റ് www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം.